ഗൈസ്, അപ്പൊ നമ്മുടെ മിസ്റ്റർ കോന്നിക്കരയുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ തന്നെ ജയിക്കും കേട്ടാ. ഇത് നോക്കി, ഞാനാ ഒറിജിനല്. അപ്പൊ തന്നെ ഈ ഫ്ലെക്സ് നമ്മുടെ ജംഗ്ഷനിൽ ഞാൻ തന്നെ കൊണ്ടുവെക്കും. അയ്യോ, ഇതെന്തു മനുഷ്യ നാണക്കേട്. ആണക്കേടോ? അതിന് ഞാൻ മുണ്ടുകൊടുത്തിട്ടില്ലോടി. അതെ, ഞാൻ നിങ്ങളോടല്ല മനുഷ്യ ചോദിച്ചേ, ഈ ഫ്ലെക്സിനോടാ. നാണക്കേടോ? എടി അതിന് ഫ്ലെക്സ് അല്ലേ? എല്ലാ കൊല്ലവും മിസ്റ്റർ കോന്നിക്കരയാവൻ മത്സരിക്കാൻ പോകും. ഫ്ലെക്സ് അടിച്ച് ഈ വീട്ടിലും കൊണ്ടുവന്ന് വെക്കും. ഇതുവരെ റിസൾട്ട് വരുമ്പോ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? നീ ഈ തവണ നോക്കിക്കോ, ഞാൻ തന്നെ ജയിക്കും. ഈ വീട്ടിലെ ഈ കോഴിക്കോട് പണിയാൻ വന്ന പണിക്കാര് കോഴിക്കോട് അടിക്കും, ഈ ഫ്ലെക്സിനെ നോക്കും, ചിരിക്കും. കോഴിക്കോട് അടിക്കും, ഈ ഫ്ലെക്സിനെ നോക്കും, ചിരിക്കും. എന്റെ മനുഷ്യ, നാണം കെട്ട് എന്റെ ഈ തൊലി ഉരിഞ്ഞു പോയി. അത് ശരി. അപ്പൊ ഇത് ഇതുവരെ ഒട്ടിച്ചു വെച്ചേക്കുമായിരുന്നു അതിന്റെ തൊലി. മനുഷ്യ, നിങ്ങൾക്ക് വല്ല പണിക്ക് പോകൂടെ? നീ വളർത്തുന്ന ഈ കോഴി വല്ല പണിക്ക് പോകുന്നുണ്ടോടി? ഇല്ല. നീ ഇതിന് ആഹാരം കൊടുക്കുന്നില്ലോടി? അതുകൊണ്ട് അതുപോലെ എനിക്ക് തന്നാ പോരായോ? നിങ്ങക്ക് രാവിലെ 10 മുട്ട, ഉച്ചക്ക് 10 മുട്ട, രാത്രി 10 മുട്ട. ഈ ഉള്ള മുട്ട തന്ന് തന്ന് നോക്കിയേ, ഞാനിപ്പോ മുട്ടച്ചിയായി. മുട്ടച്ചി, അപ്പൊ നീയാണോടി ഈ യോധ സിനിമയിലെ അക്കോസാട്ടു? ഇത് പോ മനുഷ്യ. ഒന്ന് നിങ്ങളോട് ഞാൻ എത്ര നാളായി പറയണു, എന്റെ കോഴിക്കടയ്ക്ക് ഒരു ഫ്ലെക്സ് അടിച്ചു തരാൻ. ഇതുവരെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ആര് പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ലെന്നോ? എവിടെ? കാട്ടിത്തരാം. ഇതാ ഒരു കോഴി, രണ്ടാമത്തെ കോഴി. ഇതെന്തോ മനുഷ്യ, ഈ കോഴിക്ക് മസിലോ? എടി, ഈ കോഴിയുടെ മുട്ടയിലൂടെ ഞാൻ തിന്നുന്നേ. അപ്പൊ എന്റെ മസില് നിന്റെ കോഴിക്ക് ഇരിക്കട്ടെ. അപ്പൊ ബിജുലാൽ കോഴി. എന്റെ ട്രെയിനിങ് കൊണ്ട് എത്ര ജിമ്മന്മാരായി ഈ നാട്ടിലുള്ളത് നിനക്ക് അറിയാമോ? ഒരാളെങ്കിലും പറ മനുഷ്യ. ഒരാളെ പറയാം. നിനക്ക് നമ്മുടെ നോബിച്ചേട്ടനെ കുറിച്ച് അറിയാമോടി? നമ്മുടെ നോബിച്ചേട്ടൻ. പണ്ട് എന്റെ ട്രെയിനിങ്ങിന് വന്ന് ഞാൻ ഡയറ്റ് കൊടുത്തുണ്ടാക്കി എടുത്തൊരു രൂപ ഉണ്ട് ഈ നോബിച്ചേട്ടന്. കാണണോ? നമ്മുടെ കുട്ടി അഖില്. നമ്മുടെ അഖില്. അഖില്. നമ്മുടെ അഖിലിനെ ഈ കാണുന്ന രൂപമൊന്നും അല്ലായിരുന്നടി. പിന്നെ നോക്ക്. അയ്യോ, തീർന്നില്ല. പിന്നെ ഇനി നമ്മുടെ സേത ചേച്ചിയുണ്ട്. വേണ്ട. എലീന ചേച്ചിയുണ്ട്. വേണ്ട, എനിക്ക് ഇവരൊക്കെ ഇങ്ങനെ തന്നെ കണ്ടാ മതി. എനിക്ക് വാമപ്പ് ചെയ്യാനുള്ള സമയമായി. നീ എണ്ണ. തെറ്റിക്കല്ലേ. 1 2 3 അയ്യോ, ഈ ബക്കറ്റ് ഈ വീട്ടിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ പരിസരം മുഴുവൻ വൃത്തികേടാക്കി. മിസ്റ്റർ കോന്നിക്കര വീട്. അയ്യോ അയ്യോ, എന്റെ നടുവേ. എന്തുവാടി? അതെ, രാവിലെ എഴുന്നേക്കുമ്പോ തൊട്ട് തുടങ്ങുന്ന നടുവേദനയാ. ആണോ? നാളെ തൊട്ടേ നീ രാവിലെ എഴുന്നേക്കണ്ട, ഉച്ചക്ക് എഴുന്നേറ്റാ മതി. അപ്പൊ നിനക്ക് നടുവേദന കാണത്തേ ഇല്ല. അതെ, നിങ്ങക്ക് എന്നോട് എന്തേലും പറയാനുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു. അപ്പൊ നാളെ നിന്റെ കാര്യത്തിൽ തീരുമാനമാവൂ? അല്ല, എനിക്ക് നാളെ ഒരു ദിവസം മൗനവ്രത. എന്തിന്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ട്. അങ്ങനാണെങ്കിലേ നീ 1 മാസത്തേക്ക് അങ്ങ് മൗനിച്ചോ. അത്ര ദിവസം എനിക്ക് മനസ്സമാധാനം. അയ്യാ, എന്റെ കല്ല വരുന്നേ. അയ്യാ, നോക്കിയടി, എനിക്ക് പറ്റിയ ചുരിദാർ നോക്കിയ. കൊള്ളാലേട്ടാ. അയ്യോ, നന്നായിട്ടുണ്ട്. തല്ലാത്തെ മിസ്റ്റർ കോന്നിക്കര ഞാനാണെന്ന് പറഞ്ഞു വിളിക്കുക. എടുക്കാം. ഹലോ. എന്തോ മനുഷ്യ, എനിക്കൊന്നും പിടിയിട്ടില്ല, മൊത്തം ഇംഗ്ലീഷാ. ഹലോ. യെസ്. ഓ, താങ്ക് യു. അപ്പൊ ഞാൻ ജയിച്ചില്ലാടി. ഈ പ്രാവശ്യം നിങ്ങൾ തോറ്റു. അയ്യോ, എന്റെ മുട്ട. എനിക്ക് ജയിക്കണം.
അടുത്ത വട്ടത്തെ കപ്പ് എനിക്ക് കൊണ്ടുവരണം. ആ, അതുകൊണ്ട് ആദ്യം നീ കോഴി എവിടെങ്കിലും കുട്ടിക്കളാ. എന്തിന്? ഇനി ഇവിടെ കോഴി വേണ്ട, ആട് മതി. ആ. ആട്ടുംപാല് വേണം എനിക്ക്. 10 ലിറ്റർ പാല് നീ കൊണ്ടു തരണം. ഈശ്വരാ, ഇതുവരെ എനിക്ക് ഇവിടെ കോഴി ജീവിതമായിരുന്നു. ഇനി നാളെ മുതൽ എനിക്ക് ആട് ജീവിതമാണല്ലോ ദൈവമേ. നല്ല പെർഫോമൻസ് ആയിരുന്നു നിഖിൽ ആൻഡ് നീലിമ ചേച്ചി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ സ്കിറ്റ് കാണാൻ സാധിച്ചല്ലോ, അല്ലേ ശ്വേത ചേച്ചി? N2 rocked it. Nikhil and Nilima. താങ്ക് യു, നല്ല എനർജി, നല്ല ലൗഡ്, ക്ലിയർ, ക്ലീൻ ആൻഡ് സൂപ്പർ. താങ്ക് യു. ഇവിടെ വന്നപ്പോ അവിടെ ഒരാളെ ചാച്ച കാണിക്കുന്നുണ്ടല്ലോ, അതാരെയാ? വർഷ വർഷ. ഞങ്ങളൊരു സിനിമ ചെയ്തതാ. ഏത് സിനിമ? പോർക്കണം. നായകൻ ഞാനല്ലായിരുന്നു, വേറെ വർഷ. നീലിമ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. സ്കിറ്റ് ഒക്കെ പെർഫോം ചെയ്തിട്ട് ഹാപ്പി ആയില്ലേ? പിന്നെ അടിപൊളിയായിരുന്നു. സന്തോഷായി. ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീലിമ ചേച്ചിയുടെ കൈ ഒന്ന് പിടിച്ചു നോക്കി. കൈ എന്നാ? അതെ, എന്റെ ദൈവമേ, ഒരു സ്ക്രിപ്റ്റ് മൊത്തം ഇതിലുണ്ട്. നോക്കിയിട്ടില്ല, പക്ഷെ തുണ്ട് വെച്ച് സ്കിറ്റ് കളിക്കാൻ ആദ്യമായിട്ട് എന്തൊക്കെ എഴുതിയേക്കുന്നേ? അതെ, കോന്നി. അതെ, ഞാൻ പറഞ്ഞ ചേച്ചി പൂഞ്ഞിക്കര അല്ല കോന്നിക്കരയാന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞാടാ എനിക്ക് പൂഞ്ഞിക്കര വരുന്ന കോന്നിക്കര കേറുന്നില്ലെന്ന്. ഞാൻ കാല് പിടിച്ചിട്ട് പറഞ്ഞു ചേച്ചി എങ്ങനെയാലും കോന്നിക്കര വരണം. അതെന്തോ കാരണം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി കോന്നിക്കര എന്ന് പറഞ്ഞ കോന്നി എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാ. ഇതുവരെ ഈ കോന്നി എന്ന് പറയുന്ന സ്ഥലം ഞാൻ വായിച്ചേക്കുന്ന പത്രത്തില് ചരമക്കുളത്തിൽ മാത്രമാണ്. ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. അപ്പൊ എന്റെ സ്ഥലം പേര് ഇത്രയും വലിയൊരു ഫ്ലോറിൽ പറയാന്ന് പറഞ്ഞു. അടുത്ത എലക്ഷന് മുമ്പ് ഞങ്ങളുടെ മെമ്പർ എനിക്ക് അവാർഡ് തരും. നൗജാൻ ആദ്യമായിട്ടല്ലോ ഇവരെ പെർഫോമൻസ് കാണുന്നത്? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അവരെ പെർഫോമൻസ്. ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുള്ളതാ. 6 പാക്ക് അടിച്ചതാ. നോക്കിക്കോ, പൊക്കി നോക്കിയോ. വേണ്ട, ഉണ്ടായിരുന്നടാ തെയ്യം കൊണ്ട് മറച്ചു വെച്ചു. ആ വീഡിയോ ഞാൻ ആദ്യം ശരിക്കുള്ളാന്ന് വിചാരിച്ചേ. പക്ഷെ എനിക്ക് അഖിലിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗ്രാഫിക്സ് ടീമിന് നല്ലൊരു കൈയടി കേട്ടോ. അങ്ങനെ തമാശയൊക്കെ കഴിഞ്ഞു. ഇനിയേ ബാറ്ററി എത്രത്തോളം ചാർജ് ആയെന്നുള്ളത് നോക്കണ്ടേ? റെഡിയാണോ? ടെൻഷൻ ഉണ്ടോ? അതൊന്നും ഇല്ല. ശരി, നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് ആയി. 50,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അല്ലേ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്ന് നിങ്ങളുടെ ആദ്യത്തെ സ്കിറ്റിന് 15,000 ആണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ഷേക്കാനൊക്കെ കൊടുക്ക്. ഞാൻ റിഹേഴ്സലിൽ ചോദിച്ചാ തന്നില്ലായിരുന്നു. ചേട്ടൻ ഇവിടെ കാണുന്നുണ്ടോ? എന്റെ ഹസ്ബൻഡ് താഴെ ഇരിപ്പുണ്ട്. ശരി, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇവിടെ ഒരാളെ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയാ വന്നേന്ന് പറഞ്ഞു. അതാരായിരുന്നു ആ ചേച്ചി? പറഞ്ഞ ഇടി തരരുത്. ഇല്ല, ചേച്ചി ഇടി തരാനല്ലേ? കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ ഞാൻ വരാം, നേരിട്ട് നമുക്ക് കാണാം. നമ്മുടെ ബാങ്കും കൂടെ എടുത്തോണ്ട് വരണേ. ചേച്ചിന് ആദ്യമായിട്ടാണോ കാണുന്നത്? ഒരിടത്തും ഇനാഗ്രേഷൻസിനോ? ഇല്ല. എന്നും ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണുന്നത് ചേച്ചി. കുറച്ചു കൂടുന്നു. ഇല്ല, ഒരു പെർഫോമൻസ് നമുക്കൊരു ചെറിയൊരു പാട്ട് ചെയ്താലോ? ഡാൻസ്. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കൊളിര് കനവിലൊരോമൽ കൊളിര് ഇന്നലെയോളം കേട്ടില്ല ഞാൻ ഈ പൂന്തേൻ ചുണ്ട് എനിക്കെന്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. ആദ്യമായിട്ടാണ് ശ്വേത ചേച്ചി ഞെട്ടി നിൽക്കുന്നത്. മറ്റെന്താ അറിയോ, ശ്വേത ചേച്ചി ഭയങ്കരമായിട്ട് ഡാൻസ് സ്റ്റെപ്പ് ചെയ്യും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും ഒന്ന് സ്റ്റെപ്പ് ചെയ്ത് വരാൻ സമയം എടുക്കുന്നത്. ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് വന്നാലായിരുന്നു. ആ 15,000 rupees ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ. താങ്ക് യു ചേച്ചി, താങ്ക് യു.